ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് ഒരു കിച്ചൺ മേക്ക് ഓവർ വീഡിയോ കേട്ടോ. അപ്പം റമദാനോടനുബന്ധിച്ച് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കിച്ചണിൽ ചെറിയ കുറച്ച് മാറ്റങ്ങളൊക്കെ ഒന്ന് വരുത്താമെന്ന് വിചാരിച്ചു. ഒരുപാട് മാറ്റമില്ല, കുറച്ച് മാറ്റങ്ങളൊക്കെ ഒന്ന് വരുത്താമെന്ന് വിചാരിച്ചു. കാരണം എപ്പോഴും ഒരേപോലെ ആകുമ്പോൾ നമുക്കും ഒരു ബോറടി അല്ലേ. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പം കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സാധനങ്ങളും പിന്നെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയൊരു മേക്ക് ഓവർ നടത്താമെന്ന് വിചാരിച്ചു. ഞാൻ ഫസ്റ്റ് തന്നെ കൗണ്ടർ ടോപ്പ് എല്ലാം ഒന്ന് സാധനങ്ങളൊക്കെ റിമൂവ് ആക്കിയിട്ട് ഒന്ന് ക്ലീൻ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ നമ്മൾ സാധനങ്ങൾ വെച്ചെടുത്തൊക്കെ അത്യാവശ്യം പൊടിയായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ആ ഭാഗങ്ങൾ മാത്രമാണല്ലോ നമ്മളെപ്പോഴും ക്ലീൻ ആക്കുക. അല്ലാത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ എല്ലാ സാധനവും എടുത്ത് മാറ്റി ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ലല്ലോ. അപ്പം അങ്ങനത്തെ സ്ഥലത്തൊക്കെ നല്ല പൊടി വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം പിന്നെ നല്ലൊരു ക്ലീനർ ഉപയോഗിച്ച് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് നന്നായി തുടച്ചെടുക്കുകയാണ്. ഇങ്ങനെ തുടച്ചെടുക്കുന്ന സമയത്ത് നമ്മളെ കൗണ്ടർ ടോപ്പ് നല്ല ക്ലീനായിട്ട് നിൽക്കും കേട്ടോ. അത് നമ്മളെങ്ങനെ തുടച്ചാലും എസ്പെഷ്യലി ബ്ലാക്ക് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ പാടുകളുണ്ടെങ്കിൽ പോലും നന്നായിട്ട് കാണുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലീനർ യൂസ് ചെയ്യുന്ന സമയത്ത് ആ പാടുകളൊന്നും നമുക്കങ്ങനെ കാണൂല കേട്ടോ. ഓയിൽ ബോട്ടിൽസൊക്കെ വെച്ച സ്ഥലത്ത് എണ്ണയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ ഒരു ക്ലീനർ ഉപയോഗിച്ചിട്ട് നന്നായി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കോർണർ ഒന്ന് മാറ്റുകയാണ്. അപ്പോൾ ഈ ഒരു കോർണറിൽ ഞാൻ അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാത്ത കട്ടിംഗ് ബോർഡ്സ് മാത്രം വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനൊരു ട്രേയും പിന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ജഗ്ഗും പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു പ്ലാന്റും വെച്ചിട്ട് ആ ഒരു കോർണർ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. കൂടുതലൊന്നും ആക്കിയിട്ടില്ല, കുറച്ചും കൂടി സ്പേസ് എനിക്ക് വേണമെന്ന് തോന്നിയതുകൊണ്ട് തന്നെ ഞാൻ അധികം ഒന്നും അവിടെ ആഡ് ചെയ്യുന്നില്ല, കുറച്ച് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ ഒരു സ്പൈസസ് വെക്കുന്ന ഓർഗനൈസറും അതിൻ്റെ ബോട്ടിൽസും ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ ഫസ്റ്റ് കിച്ചൺ മേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഗ്ലാസ് ബോട്ടിൽസ് ആയതുകൊണ്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചൊരു പണിയാണ്, കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്ലീൻ ആക്കി കൊടുക്കണം. അപ്പം ഗ്ലാസ് ബോട്ടിൽസിലുള്ള സ്പൈസസൊക്കെ ഒന്ന് മാറ്റിയിട്ട് ബോട്ടിൽസൊക്കെ ഒന്ന് കഴുകി ക്ലീനാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അത് കാണാൻ ഒരു ഫ്രഷ് ലുക്കാട്ടോ. ഗ്ലാസ് ബോട്ടിൽസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല നീറ്റാക്കി വെച്ചാൽ കാണാൻ നല്ല ഭംഗിയാണേനും, എന്നാൽ നീറ്റില്ലെങ്കിൽ എന്തോ ഒരു പോലെയാണ്. കാരണം നമ്മൾ എങ്ങനെയായാലും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഫിംഗർ പ്രിൻറ്റ്സൊക്കെ അതിൽ പതിയുമ്പം ഒരുമാതിരി, അപ്പോൾ അതങ്ങനെ ഇടയ്ക്ക് ക്ലീനാക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ അതെല്ലാം ഒന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഗീ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ടെയ്നർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഭരണി പോലത്തെ ഒരു കണ്ടെയ്നർ, കൂടെ അതിൻ്റെ താഴെ ഒരു വുഡൻ ട്രേ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് കണ്ട സമയത്ത് എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് എപ്പോഴും ആവശ്യം വരുന്നതാണ് ഗീ. അപ്പോൾ അത് എനിക്കിങ്ങനെ അതിൻ്റെ ഗീ വരുന്ന ബോട്ടിൽസിനെല്ലാം സ്പൂൺ ഇട്ട് യൂസ് ചെയ്യാൻ എനിക്ക് തീരെ ഇഷ്ടമില്ല. കാരണം അങ്ങനെ അത് നമ്മൾ എത്ര സ്പൂൺ ഇട്ടാലും നമ്മൾ ആ സ്പൂണിലൊക്കെ നെയ്യ് പിടിക്കും. പിന്നെ അത് നമ്മളത് ആ സ്പൂൺ എടുക്കുന്ന സമയത്ത് നമ്മളെ കയ്യിലൊക്കെ ആവും, പിന്നെ കൈ ഒന്ന് കഴുകണം. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഗീ ഇട്ട് വെക്കാൻ നല്ല വലിയൊരു സ്പൂണുള്ളൊരു കണ്ടെയ്നർ വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെനിക്ക് നല്ല ഇഷ്ടമായി, അങ്ങനെ വാങ്ങിച്ചാണ്. പിന്നെ പോരാത്തതിന് ഇതിനടിയിലൊരു ട്രേയും ഉണ്ട്. ഇനി ഇൻ കേസ് നമ്മൾ നെയ്യൊക്കെ എടുത്തതിന് ശേഷം കുറച്ചെങ്ങാനും സൈഡിലൂടെ ഒലിക്കുകയാണെങ്കിലൊക്കെ ആ ഒരു ട്രേയിൽ പോയിക്കോളും, നമ്മളെ കൗണ്ടർ ടോപ്പ് അങ്ങനെ വൃത്തികേടാവില്ല. ഇനി നെക്സ്റ്റ് ഞാൻ എൻ്റെ സ്പൂണും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു സ്ഥലത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സെക്ഷൻ ഞാൻ കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് ഞാനൊരു 2 ടയർ സ്റ്റാൻഡാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെനിക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. കാരണം മറ്റേത് ഞാനൊരു ട്രേ മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്രയും സ്പേസും എടുക്കുമായിരുന്നു, എന്നാൽ നമുക്ക് കൂടുതൽ സാധനങ്ങൾ അങ്ങനെ വെക്കാനും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു 2 ടയർ ട്രേ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി എനിക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ കുറച്ചും കൂടി അതിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് കോഫിയും പിന്നെ എൻ്റെ മെഷറിംഗ് കപ്പ്, അതുപോലെ തന്നെ സോൾട്ട് ആൻഡ് പെപ്പർ ഷേക്കർ, ഓയിൽ ബോട്ടിൽ, പിന്നെ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സോസ് പാനും കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നാൽ അത്ര തന്നെ സ്പേസും എടുക്കുകയുള്ളൂ, കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ട്.
പിന്നെ ഞാൻ എൻ്റെ വുഡൻ സ്പൂൺസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു ക്ലേ പോട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലേ പോട്ട് വാങ്ങിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ നാട്ടിൽ നിന്ന് എൻ്റെ സിസ്റ്റർ ഇൻ-ലോനെ കൊണ്ടൊന്ന് പെയിൻറ്റ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു റെഫറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് അവൾക്ക് കൊടുത്തിട്ട് അതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു പോട്ട് ഞാൻ ഓൺലൈനിൽ വാങ്ങിക്കാൻ നോക്കുന്ന സമയത്ത് അത്യാവശ്യം അതിന് പ്രൈസ് ഉണ്ടായിരുന്നു. ഒരു 100 എബവ് ദിർഹംസ് അതിന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയും പൈസ കൊടുത്തൊരു സ്പൂൺ ഹോൾഡർ വാങ്ങിക്കാൻ എനിക്ക് അത്ര താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ട് പിന്നെ അവൾക്ക് കൊടുത്തു. അവളത് എങ്ങനെയാണോ ഞാൻ കൊടുത്തത് അതുപോലെ തന്നെ അവൾ പെയിൻറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പോട്ടിൽ വുഡൻ സ്പൂൺസ് നിൽക്കുന്നത് കാണാനും കുറച്ചും കൂടി ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു കോമ്പിനേഷൻ. പിന്നെ ഞാൻ എൻ്റെ ഇലക്ട്രിക് അപ്ലയൻസസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വാങ്ങിക്കാനുള്ള മെയിൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു എയർ ഫ്രയറും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി വെക്കുന്ന സമയത്ത് പിന്നെ എനിക്ക് കൗണ്ടർ ടോപ്പിൽ തീരെയും ഒരു സ്പേസ് ഇല്ലാത്ത പോലെ, ഫുൾ അപ്ലയൻസസ് മാത്രമായിട്ട് ഫുൾ എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ലാത്ത പോലെ തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സ്റ്റാൻഡ് വാങ്ങിക്കാം. അപ്പോൾ അതിൽ കുറേ സാധനങ്ങൾ വെക്കുന്ന സമയത്ത് നമുക്ക് കൗണ്ടർ ടോപ്പ് കുറച്ചും കൂടി സ്പേസ് കിട്ടുകയും ചെയ്യും, സാധനങ്ങളൊക്കെ കുറച്ചും കൂടി ഒന്ന് ഓർഗനൈസ്ഡ് ആവുകയും ചെയ്യും. അപ്പോൾ ഞാൻ മൈക്രോവേവ്, എൻ്റെ മിക്സി, കെറ്റില്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു സ്റ്റാൻഡിലും വെച്ചു. പിന്നെ എൻ്റെ സ്റ്റാൻഡ് മിക്സറും എയർ ഫ്രയറും ഞാൻ സൈഡിൽ ഇങ്ങനെ വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു കോർണർ എനിക്ക് കുറച്ചും കൂടി മുമ്പത്തേനേക്കാൾ നീറ്റായിട്ട് തോന്നി. കാരണം ഒന്നുകൂടി ഒന്ന് ഓർഗനൈസ്ഡ് ആയ പോലെയും പിന്നെ എല്ലാത്തിനും ഓരോ സ്പേസ് ഉള്ള പോലെയൊക്കെ തോന്നി. മറ്റേത് മിക്സിയുടെ ജാറും കെറ്റിലും എല്ലാം കൂടി അങ്ങനെ മെസ്സായി കിടക്കുന്ന പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി ഒരു ഓർഗനൈസ്ഡ് ആയ പോലെ തോന്നി. പിന്നെ ഞാൻ എൻ്റെ നൈഫ് സ്റ്റാൻഡ് ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ നൈഫ് സ്റ്റാൻഡ് ആകെ വൃത്തികേടായിട്ടുണ്ടായിരുന്നു. ഫുള്ള് പൂപ്പലൊക്കെ വന്ന് അതിൻ്റെ പെയിൻറ്റൊക്കെ പോയിട്ട് ആകെ വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഐക്കിയെന്ന് ഈ ഒരു നൈഫ് സ്റ്റാൻഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വേറെയും ഒരു ടൈപ്പും കൂടി ഉണ്ടായിരുന്നു. എനിക്കതിനേക്കാൾ കുറച്ചും കൂടി ഒരു കോമ്പാക്റ്റും പിന്നെ സൈസ് കുറച്ചും കൂടി കുറവെടുക്കുക ഇതാണെന്ന് തോന്നി. അപ്പോൾ ഞാനിത് വാങ്ങിച്ചു. പിന്നെ അത് മാത്രമല്ല, എൻ്റെ അടുത്ത് വേറെ 1-2 നൈഫ്സ് ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന 1-2 നൈഫ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെൻ്റെ പഴയ സ്റ്റാൻഡിൽ വെക്കാൻ പറ്റില്ലായിരുന്നു. കാരണം പഴയ സ്റ്റാൻഡിൽ ഓൾറെഡി എല്ലാം ഫില്ലായിരുന്നു. അപ്പോൾ അതും കൂടി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒരു വലിയ നൈഫ് സ്റ്റാൻഡ് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു സ്റ്റാൻഡ് അതിന് എനിക്ക് ആപ്റ്റായിട്ട് തോന്നി. പിന്നെ ഇനി ഞാൻ ചെയ്തെടുക്കുന്നത് ചെറിയൊരു പ്ലാന്റ് പ്രൊപ്പഗേഷൻ കോർണർ ഉണ്ടാക്കുകയാണ് എൻ്റെ കിച്ചണിൽ കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ എല്ലായിടത്തും പ്ലാന്റ്സ് വെക്കുന്ന ആളാണ്. ചെറിയൊരു പ്ലാന്റ് പ്രൊപ്പഗേഷൻ കോർണറും കൂടി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബോട്ടിൽസൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കളർഫുൾ ബോട്ടിൽസ്. നമ്മൾ ഏതോ ഒരു ജ്യൂസിൻ്റെ ഒരു ബോട്ടിലാണ്. അപ്പോൾ അത് നല്ല കളർഫുൾ ആയിട്ടുള്ള ബോട്ടിലാണ്. അപ്പോൾ ഞാൻ ഓരോ തവണ ഇങ്ങനെ ഓരോ കളേഴ്സ് വാങ്ങിയിട്ട് അതിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ പ്ലാന്റ്സ് വെച്ചിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ജൂട്ടിൻ്റെ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഞാനിങ്ങനെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഞാനൊരു നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ ഈ ബോട്ടിലിൻ്റെ നെക്കിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിലിന് എന്താ വെച്ചാൽ അതിൻ്റെ നെക്കിന് ചെറിയൊരു ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു പൊന്തൽ പോലെയുണ്ട്. അപ്പം നമ്മൾ ആ ഒരു നോട്ട് അവിടെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് അവിടെ ലോക്കായിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഹാങ് ചെയ്തിരുന്ന സമയത്ത് ഊരി പോരുമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഇങ്ങനെ
അപ്പം ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ബോട്ടിൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ചെറിയൊരു ആ ഒരു നോട്ട് കുടുങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു ഗ്രിപ്പ് കിട്ടുന്ന രീതിയിലുള്ള ഒരു നെക്കുള്ള ബോട്ടിൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള എല്ലാ ബോട്ടിൽസും ഞാനിങ്ങനെ നോട്ട് ഇട്ട് കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോന്നും ഓരോ ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പല ഹൈറ്റിലും കിടക്കുന്ന സമയത്ത് കാണാൻ കുറച്ചുകൂടി ഭംഗിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓരോന്നും ഓരോ ഹൈറ്റാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഓരോന്നിലും ഞാൻ ചെറിയ ചെറിയ മണി പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അതിൽ കിടന്ന് വേര് പിടിച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ചട്ടിയിലേക്ക് മാറ്റുകയും ചെയ്യാം, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ വെക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിതെൻ്റെ ഡിഷ് റാക്കിൻ്റെ അടുത്ത് വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ഹാങ് ചെയ്തിടാൻ എന്തായാലും എനിക്ക് പറ്റില്ല. കാരണം ഞങ്ങളുടെ ആ ഒരു സൈഡിൽ വരുന്ന ടൈൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും അങ്ങനെ വെക്കാനും പറ്റില്ല. പിന്നെ ടൈൽസ് ഒന്നും ഹോളാക്കാനും പറ്റില്ല. കാരണം നമ്മളിവിടെ റെൻറ്റിന് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഹോളാക്കാനൊന്നും പറ്റില്ല. സക്ഷനൊന്നും ഈ ഒരു ടൈൽസിൽ പിടിക്കില്ല. അപ്പം ഞാനിങ്ങനത്തെ കപ്പ് ഹോൾഡർ ഉണ്ടല്ലോ, നമ്മൾ കബോർഡിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഡ്രില്ല് ഒന്നും ചെയ്യാണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കപ്പ് ഹോൾഡർ ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഞാൻ യൂസ് ആക്കുന്നത്. ഞാൻ അതിൻ്റെ എൻഡ് ഒന്ന് ഒട്ടിച്ച് വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ ചെടി തൂക്കിയിടുന്ന സമയത്ത് വല്ലാണ്ട് അറ്റം ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഞാൻ ആ ഒരു അറ്റം ഈ ഒരു അഡീസീവ് ഹുക്ക് വെച്ചിട്ട് ഞാനൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചെടി തൂക്കിയിടുന്ന സമയത്ത് അത് കുറച്ചും കൂടി നീറ്റായിട്ട് കിടക്കുന്ന പോലെ എനിക്ക് തോന്നി. ആ ഒരു സൈഡ് ഒന്ന് പൊക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, പക്ഷെ അത് എത്രത്തോളം നിൽക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഓൾറെഡി നമ്മളെ ചെടി എന്തൊക്കെ വെയിറ്റ് ഉള്ളതായതുകൊണ്ട് തന്നെ അത് എത്ര നിൽക്കുമെന്നറിയില്ല. പക്ഷെ അങ്ങനെ ചെയ്തപ്പോൾ ഒരു വൃത്തി തോന്നി. ഈ ഒരു സൈഡ് പൊതുവേ എൻ്റെ ഭയങ്കര പ്ലെയിൻ ആയിട്ടായിരുന്നു. ഡിഷ് റാക്കും പ്ലേറ്റ്സും അങ്ങനെ അത് മാത്രമായിരുന്നു. ഇപ്പോൾ കുറച്ച് കളേഴ്സ് വന്നപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായിട്ടോ. എൻ്റെ പ്ലേറ്റ്സൊക്കെ ഡ്രൈ ചെയ്യുന്ന ആ ഒരു സ്റ്റാൻഡ് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇത് സ്റ്റീലിൻ്റെ ആയിരുന്നു. അപ്പോൾ അത് വെള്ളം തട്ടി ആകെ തുരുമ്പ് പിടിച്ചപ്പം ഞാൻ പുതിയ ഐക്കിയെന്ന് ഈ ഒരു സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പ്ലാസ്റ്റിക് ആണ്, അപ്പോൾ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിൽ ഹോളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലേറ്റ്സൊക്കെ കഴുകി വെക്കുന്ന സമയത്ത് വെള്ളം വരുമ്പം അത് പോകാനുള്ളൊരു ഹോളില്ല. അപ്പോൾ ഞാൻ ഇനി കുറച്ച് കഴിഞ്ഞ് അതിനൊരു ഹോൾ ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. വലിയ മാറ്റങ്ങളില്ല, കുറച്ച് മാറ്റങ്ങൾ, എന്നാൽ നമുക്ക് വലിയ മാറ്റമായിട്ട് തോന്നുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ വീണ്ടും മറ്റ് വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.